കല്ലുമാല ഷൂട്ട് ചെയ്ത സ്ഥലം കൊള്ളാലേ, അടിപൊളി സ്ഥലം. സാറിന് ഈ തലശ്ശേരി കേൾക്കുമ്പോൾ ശരിക്കും എന്താ ഓർമ്മ വരുന്നത്? തലശ്ശേരി ബിരിയാണി. ബിരിയാണി അല്ലാണ്ട് നല്ല പലഹാരങ്ങൾ കിട്ടും. ഈ പലഹാരം ബിരിയാണി അല്ലാണ്ട് വേറെന്താ ഓർമ്മ വരുന്നത്? വേറെ തട്ടത്തുമറത്ത് ഷൂട്ട് ചെയ്ത സ്ഥലം. ഇതൊന്നും അല്ലാതെ വേറെ ഒന്നുമില്ല തലശ്ശേരിയിൽ. ഇതല്ലാതെ ഇപ്പം എന്താ പ്രത്യേകിച്ചുള്ളത്? ഇതൊന്നും അല്ലാണ്ട് ഒരു അടിപൊളി സംഭവം ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് സാർ നമ്മുടെ സൈലം ക്യാമ്പസ്? അടിപൊളിയല്ലേ? ഇത് അടിപൊളിയാണല്ലോ. നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ട്യൂഷൻ സെന്റേഴ്സുകൾ നമുക്ക് കാണാൻ പറ്റുന്ന സൈലം എങ്ങനെയാണ് മറ്റുള്ളതിന് ഡിഫറെൻ്റ് ആവുന്നത്? സാർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. അത് കേരളത്തിൽ തന്നെ മികച്ച ഒരു കൂട്ടം ഫാക്കൽറ്റീസ് ഇവിടെ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് തന്നെയല്ലേ. പിന്നെ അതൊന്നും അല്ലാണ്ട് കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് എൻവയോൺമെൻറ്റ്, ആംബിയൻസും എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ്, നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ആയിക്കോട്ടെ, നോട്ട്സുകളായിക്കോട്ടെ, DPP ആയിക്കോട്ടെ, മന്ത്ലി നമുക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇത്രയും സൗകര്യം കുട്ടികൾക്ക് ഉണ്ടാവും ഇവിടെ. ഓക്കെ, നമുക്ക് ഏതൊക്കെ ക്ലാസ്സസിന് അവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്ന ഏതൊക്കെ ക്ലാസ്സുകളാണ്? ഇവിടെ മെയിനായിട്ട് നമുക്ക് SSLC ഉണ്ട്, പിന്നെ +1, +2 ഇത്രയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഈ SSLC, +1, +2 ഒക്കെ ആവുന്ന സമയത്ത് അവരുടെ പാരൻസ്, ഇതൊക്കെ പബ്ലിക് എക്സാമുകളാവുന്ന സമയത്ത് അവരുടെ പാരൻസ് ഏറ്റവും കൂടുതൽ ഇവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഈ പാരൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ എവിടെ എങ്ങനെ ഉണ്ടായിരിക്കുക? സാർ പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആവലാതി ഉണ്ടാവുക പാരൻസിനാണ്. അപ്പോൾ എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടെന്ന് അവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ മന്ത്ലി പാരൻസ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഓരോ സബ്ജക്റ്റിലും എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പാരന്റ് ടീച്ചർ ഇൻട്രാക്ഷൻ വരുമല്ലോ. അപ്പോൾ ആ ഒരു മന്ത്ലി മീറ്റിംഗ് ഉണ്ട്. ഇവിടെ സീറ്റുകളൊക്കെ എന്താ സിറ്റുവേഷൻ? സീറ്റുകളൊക്കെ ഫില്ല് ആയിട്ടുണ്ടോ? അതോ എന്ന ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഇനി എന്നാണ് ഇവിടെ? സീറ്റ് പറയുമ്പോൾ ഒരു 60-70% ഇപ്പോൾ ഫില്ലായി കഴിഞ്ഞു. ഇപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് സീറ്റ് ഫില്ല് ചെയ്യും. എന്നാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്ലാസ് ഒക്കെ ഏപ്രിൽ 3-ാം തീയതി ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. സാധാരണ ട്യൂഷൻ സെൻറ്റേഴ്സിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളാണ്. അവരെന്ത് ചെയ്യും, ആദ്യത്തെ കുറച്ച് ദിവസം ക്ലാസ്സസിന് പോകും, പിന്നീട് എന്ത് ചെയ്യില്ല, ക്ലാസ്സസ് അവർക്ക് ഒരു റെഡി ആവാത്തത് കൊണ്ട് അവിടെ നിന്ന് നിർത്തി പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഇവിടെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാറുള്ളത്? അതെ, ട്യൂഷൻ സെൻറ്ററിൽ കുറച്ച് സമയം പോയിട്ട് പിന്നെ തിരികെ വരുന്നത് അല്ലേ. പക്ഷേ ഇവിടെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമുക്ക് ഒരു വീക്ക് എന്ത് ചെയ്യാം, കുട്ടിക്ക് ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഫാക്കൽറ്റീസ് ഓക്കെയാണ്, ആംബിയൻസ് ഓക്കെയാണ്, എല്ലാം ഓക്കെ ആണെന്ന് കുട്ടിക്ക് ബോധ്യപ്പെട്ടിട്ട് മാത്രം ക്ലാസ് കണ്ടിന്യൂ ചെയ്താൽ മതി, ഫീ അടിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ എങ്ങനെയാണ് ഇവിടെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക? അത് ഈ വീടിന് താഴെ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടാവും. അതിൽ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ ലിങ്ക് ഉണ്ടായിരിക്കും, അതിൽ കയറി അഡ്മിഷൻ എടുക്കാം. ഇതൊന്നും അല്ലാതെ നമുക്ക് ഓഫ്ലൈനിൽ സെന്റർ കണ്ടിട്ട്, ഇപ്പോൾ നമ്മുടെ തലശ്ശേരി ടൗണിൽ തന്നെയാണല്ലോ സെന്റർ ഉള്ളത്, നമ്മുടെ പുതിയ സ്റ്റാൻഡ് അടുത്താണ്. വേഗം ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പക്ഷേ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് എടുക്കണം. ഓൾമോസ്റ്റ് സീറ്റൊക്കെ ഫില്ലായി തുടങ്ങി, പെട്ടെന്ന് എടുക്കണം.